ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് സങ്കടം പറയാണ്. എന്താ പറയുക, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നെഗറ്റീവാണ് വരുന്നത്. അവർ പറയുമ്പോഴെല്ലാം ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടാണ് അവരെടുക്കുന്നത്. എന്നെ ആരും ചേർത്ത് പിടിക്കാനില്ല, ഞാൻ തനിച്ചായി പോയി, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആരും ഇല്ലല്ലോ, ഒരു സൊല്യൂഷൻ പറഞ്ഞു തരൂ ഇങ്ങനെ ചോദിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ തിരിച്ചു പറഞ്ഞു, എനിക്ക് ഒരുപാട് പേരുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിച്ചവരെല്ലാം എന്നെ പിന്നീട് നിന്ന് ചതിച്ചിട്ടുണ്ട്. ഞാൻ സീക്രട്ട് പറഞ്ഞവരും എന്നെ ചേർത്ത് പിടിക്കുന്നവരും ഞാൻ അഹങ്കരിച്ച് നടന്നവരും എന്നെ പിന്നിൽ നിന്ന് നന്നായിട്ട് കുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഇവിടെ കരഞ്ഞിട്ടുണ്ട്, എനിക്ക് മെന്റലി ഷോക്കായി പോയിട്ടുണ്ട്. ഞാൻ ഒരു തരം ഒരു വൃത്തികെട്ട മാനസികാവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആ ഫ്രണ്ട്ഷിപ്പ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ കുറെ പാടുപെട്ടിട്ടുണ്ട്. അതിനേക്കാളും എത്രയോ ബെറ്ററാണ് തനിച്ചാവുന്നത്. തനിച്ചാവുമ്പോൾ ആരും പിന്നിൽ നിന്ന് കുത്തുന്നു എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. നമ്മൾ തനിച്ചാണ്. നമ്മളെ രഹസ്യങ്ങളും നമ്മളെ ഇഷ്ടങ്ങളും നമ്മളെ തെറ്റുകളും എല്ലാം നമ്മളെ മനസാക്ഷിയെ ബോധ്യപ്പെടുത്തിയാൽ മതി. സെക്കൻഡ് പേഴ്സൺ ആരാണ്? നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആ സെക്കൻഡ് പേഴ്സൺ നമ്മുടെ ആരാണ്? ദൈവമാണോ? അല്ല. അപ്പം തനിച്ചാവുന്നത് നല്ല കാര്യമാണ്. തനിച്ച് തന്നെ ജീവിതം പഠിക്കണം. ഒരാളെ ചേർത്ത് വെക്കാനില്ലെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും. ആരെയും ബോധ്യപ്പെടുത്തണ്ട. ബൈ.